ഞാനേ ഇന്നൊരു വീഡിയോ എടുക്കാൻ വന്നതാണ്. വീഡിയോന് ക്യാമറ ചെയ്യാൻ വന്നേ. അപ്പൊ ഞാനൊരു ഒരു സംഭവം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതുപോലെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ തന്നെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് മനുഷ്യൻ ഉണ്ടാക്കിയാന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ. ഈ ഒരു കാഴ്ച ഒന്ന് നോക്കിയേ. ഇത് ശരിക്കും ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഇത് ശരിക്കും നമ്മുടെ മുച്ചിലോട്ട് ഭഗവതി ഇവിടെ വന്ന് നിന്ന പോലെ തന്നെയുണ്ട്. ഇതൊരു ഒരാളുണ്ടാക്കിയതാണ്. പിന്നെ ഈ കാഴ്ച വരവില്ലല്ലോ അല്ലേ? കാഴ്ചയിലൊക്കെ കൊണ്ടുപോകുന്ന സുന്ദരിയായൊരു മുച്ചിലോട്ട് ഭഗവതി അമ്മയാണ്. എന്താ ഭംഗിയ കാലിന്റെ ആ ഒരു ഇതൊക്കെ നോക്കിയാട്ടെ. കാലും അതുപോലെ തന്നെ ആ കാലിന് കെട്ടുന്ന എന്താ പറയാ അതിന്, ചിലമ്പ്. മുച്ചിലോട്ട് ഭഗവതിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താ? തെയ്യങ്ങളിൽ അതിസുന്ദരിയായ തെയ്യം എന്നാണ് മുച്ചിലോട്ട് ഭഗവതിനെ അറിയപ്പെടുന്നത്. ശരിക്ക് പറഞ്ഞ പോലെ തന്നെയല്ലേ? നീ ഈ ഫേസ് ഒന്ന് കാണിച്ചേ. എന്ത് സ്റ്റൈലാ അല്ലേ? അതിസുന്ദരിയായ മുച്ചിലോട്ടമ്മ ഇങ്ങനെ ഉണ്ടാക്കിയ ആൾക്ക് എന്തായാലും വലിയൊരു ബിഗ് സല്യൂട്ട് തന്നെ പറയണം അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു ഇതുണ്ടാക്കിയ? അദ്ദേഹത്തിന്റെ മുഖ്യശില്പിന്റെ പേര് ലക്ഷ്മണൻ എന്നാണ്. ലക്ഷ്മണൻ ശില്പിയും അതിന് കുറച്ച് കൂട്ടാളിയും കൂടിയിട്ടല്ലേ? അദ്ദേഹത്തിന്റെ മകനാണ് ഇതിന്റെ മോത്തേത്തൊക്കെ എഴുതിയതെന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കുള്ള അറിവ് അത്രയേ ഉള്ളൂ. എന്തായാലും സംഭവം കലക്കിയില്ലേ? സംഭവം കലക്കി. ഒരു രക്ഷയില്ല. പിന്നെ ഒരുപാട് സഹായികളുടെ കൂടെ പിൻബലം ഉണ്ട് അതിന്റെ അകത്ത്. അതാ പറഞ്ഞേ. പേര് നമുക്കറിയില്ല, നമ്മൾ പറയാത്ത. നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരിക്കടുത്തുള്ള കോയോട്ട് പാലം എന്ന സ്ഥലത്ത്. കോയോട്ട് പാലം. പിന്നെ ഇവിടെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ? ഇവിടെ എന്തൊരു കാഴ്ച എഴുന്നേൽച്ചു കൊണ്ടുപോകുന്ന സ്ഥലമാണ് കോയോട്ട് എന്ന് പറയും. വലിയ കോയോട്ട് തിരുവായുധം എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് എവിടെയൊക്കെയാണ്? പുതിയ ഭഗവതി കാവിന്റെ ആരൂഢ സ്ഥാനമായത്. മുണ്ടേരി പുതിയ ഭഗവതിക്കാവിന്റെ ആരൂഢ സ്ഥാനമാണ്. അപ്പൊ ഇവിടുന്നാണ് ആയുധം എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. പിന്നെ കാഞ്ചേരിക്കാവിലും പിന്നെ എവിടെയാ പറയുന്നത്? കാഞ്ചേരിക്കാവിൽ പോക്കുണ്ട്, വട്ടക്കുണ്ട് അപ്പുറം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ തിരുവായുധം ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ കണ്ണാരം വയല് അങ്ങനെ കുറച്ചുണ്ട്. എന്തായാലും ഇത് കണ്ടവർക്ക് മനസ്സിലായല്ലോ അല്ലെ? അതിസുന്ദരിയായ മുച്ചിലോട്ടമ്മ. അടിപൊളി. ഇതുണ്ടാക്കിയ ശില്പി എന്ന് കണ്ടാൽ കൊള്ളായിരുന്നു അല്ലെ? അത്രയും ഗംഭീരമായ ഒരു ശില്പി. അപ്പൊ ഇത് എപ്പോഴും തുറന്നു വെക്കില്ല, നമ്മളിവിടെ ഒന്ന് തുറന്നു വെച്ചേ ഉള്ളൂ. അപ്പൊ ഇത് ക്ലോസ് ചെയ്യാം അല്ലടാ? 13 ആയി.